professional in the field of electrical and electronics engineering with extensive expertise in academics and technical education, as well as hands-on experience in service management and technical solutions across various reputed organizations. He is currently the Director, Columbia Lab Private Limited, Kerala. Furthermore, his certifications and training programs, including the prestigious QMINS LHP, MHP, and Quantum Engine training, failure investigation training, and Stanford Alternator AVR training, highlight his technical depth and commitment to continuous learning. Today, we are honored to have him share his insights on the topic Energy for the Future, a subject of profound importance as we strive for sustainable, efficient, and innovative solutions to power the world of tomorrow. Ladies and gentlemen, please join me in welcoming Mr. Liju George for the talk. Hi, good morning. Ma'am, excuse me. Hi, good morning. എൻ്റെ പേര് ലിജു എന്നാണ്. ഞാൻ കൊളംബിയ ലാബ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ഡയറക്ടറും കൂടിയാണ്. സോ ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു IC എഞ്ചിൻ സെഗ്മെൻറ്റ്സിലാണ്. കമിൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അത് വേൾഡ്സ് സെക്കൻഡ് ലാർജസ്റ്റ് മാനുഫാക്ചേഴ്സ്. അതിന് ശേഷം പിന്നെ മിറ്റ്സുബിഷി, MTU റോൾസ് റോയ്സ് പവർ ചെയ്യുന്ന എഞ്ചിനാണ്. സോ അങ്ങനെ ഒരു IC എഞ്ചിൻ സെഗ്മെൻറ്റ്സിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് റിന്യൂവബിൾ എനർജി, കാർബൺ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ഒരു ഫോക്കസിങ്ങിലേക്ക് ഒരു ഇൻട്രസ്റ്റ് വന്നത്. 2018 ഞാൻ എൻ്റെ കരിയർ സ്റ്റോപ്പ് ചെയ്തിട്ട് എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ദാറ്റ് വി സ്റ്റാർട്ടഡ് എ കമ്പനി കോൾഡ് കൊളംബിയ ലാബ്. സോ 2018 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വി ആർ ഫോക്കസിങ് ഓൺ കാർബൺ ന്യൂട്രാലിറ്റി. സോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും എന്നുള്ളതായിരുന്നു. അങ്ങനെ റിന്യൂവബിൾ എനർജി സെഗ്മെൻറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കേരളത്തിൽ ഇനി സോളാർ എന്ന് പറയുന്ന ഒരു സംഭവം തുടങ്ങാനായിട്ട് ഒരു സ്കോപ്പ് ഇല്ല എന്നുള്ളത്. കാരണം 1400ഓളം കമ്പനികൾ അന്ന് തന്നെ കേരളത്തിൽ രജിസ്റ്റേർഡും നോൺ രജിസ്റ്റേർഡ് ആയിട്ടുള്ള സോളാർ കമ്പനീസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു സെഗ്മെൻറ്റ്സിലേക്ക് ഒരു ഫീൽഡ് പ്ലെയർ ആയിട്ട് വരാൻ ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. സോ വി ഫൈൻഡ് ഔട്ട് സംതിങ് ന്യൂ ടു ദ മാർക്കറ്റ്. സോ അങ്ങനെയാണ് ഇലക്ട്രിക്കൽ വെഹിക്കിൾസിൻ്റെ ചാർജേഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് ഞങ്ങൾ വരുന്നത്. സോ ആൻഡ് നൗ വി ആർ ദ ലീഡിംഗ് പ്ലെയർ ഫോർ സൗത്ത് ഇന്ത്യ, ചാർജർ ഡിസ്ട്രിബ്യൂട്ടർ സെഗ്മെൻറ്റ്സിലും ചാർജിംഗ് സ്റ്റേഷൻ ഇൻറ്റഗ്രേറ്റേഴ്സിലും. ആൻഡ് വി ആർ ഡീലിംഗ് വിത്ത് 3 brands വിച്ച് ഈസ് എക്സികോം. ഇവിടെ ഈ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയാം. അവരുടെ കൂടെ കൊടുക്കുന്നത് ഇന്നിപ്പോൾ ടാറ്റ, MG, വോൾവോ, BMW, Audi, Benz എല്ലാ വണ്ടികളും നിങ്ങൾ മേടിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം കൊടുക്കുന്ന ചാർജേഴ്സ് എന്ന് പറയുന്നത് എക്സികോം ടെലി സിസ്റ്റംസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ചാർജറാണ്. ആൻഡ് വി ആർ ദ ഡിസ്ട്രിബ്യൂട്ടർ ഫോർ തമിഴ്നാട് ആൻഡ് കേരള. ആൻഡ് ദർ ഇസ് എ ചാർജർ കോൾഡ് ക്വെഞ്ച് എന്ന് പറയുന്നത് അഡോർ എന്ന് പറയുന്ന ഒരു കമ്പനി പവർ അപ്പ് ചെയ്യുന്ന ഒരു ചാർജറാണ്. അഡോർ ഇസ് എ ജർമ്മൻ കമ്പനി ആൻഡ് വി ആർ ദ ഡിസ്ട്രിബ്യൂട്ടർ ഫോർ കർണാടക ആൻഡ് കേരള. ആൻഡ് ടൈറക്സ് ഇസ് എ ന്യൂ കമ്പനി വിച്ച് ഈസ് ഇൻവെസ്റ്റഡ് ബൈ ഗൾഫോയിൽ. ഒരു 400 crores ഒരു 2020 പാസ് ഔട്ട് ആയിട്ടുള്ള അഹമ്മദാബാദ് എഞ്ചിനീയറിംഗ് കോളേജിൽ പാസ് ഔട്ട് ആയിട്ടുള്ള ഒരു 4 പിള്ളേരുടെ ഒരു എൻ്റർപ്രണർഷിപ്പ് കമ്പനിയായിരുന്നു. ബട്ട് അവർ പോലും വിചാരിക്കാതെ അവരുടെ ടെക്നോളജീനെ ഗൾഫോയിൽ പോലത്തെ ഒരു കമ്പനി ഓൾമോസ്റ്റ് 400 crores ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ടേക്ക് ഓവർ ചെയ്ത് പോയിട്ടുള്ളത്. സോ ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെ ഹ്യൂജാണ്, പക്ഷേ ആളുകൾ എത്തിപ്പെടുന്നത് വളരെ കുറവാണ്. പോകുന്ന കുറച്ച് പ്രസൻറ്റേഷനോട് കൂടിയിട്ട് ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് എന്താണ് ഒരു EV ചാർജർ ആൻഡ് ഹൗ ഇറ്റ്സ് വർക്ക്സ് ഇൻ അവർ മാർക്കറ്റ് ആൻഡ് ഇതിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളതാണ്. സോ എനിക്ക് തോന്നുന്നു എല്ലാവരും ഫാക്കൽറ്റീസാണെന്ന് തോന്നുന്നു ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും. ഓക്കെ, അപ്പോൾ കൂടുതൽ ക്ലാസ് ഞാൻ പറയുന്നില്ല, ഒരു ഇൻട്രാക്ഷൻ സെക്ഷൻസാണ് ഞാനും കൂടുതൽ മീൻ ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ ഒരു കോൺസെപ്റ്റിൽ എന്താണ് ഒരു EV ചാർജർ എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെന്നൊന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? എന്താണ് ഒരു EV ചാർജർ? സോ കറക്റ്റ്, അത്രയേ ഉള്ളൂ. ഇത് ഞാൻ പറയുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. ജസ്റ്റ് കമ്പയർ വിത്ത് യുവർ മൊബൈൽ ചാർജർ. വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ദ സെയിം തിങ് ഈസ് ഹാപ്പനിങ്, സംതിങ് ബിഗ് ഓൺ കാർസ്. അത്രയേ ഉള്ളൂ. മൊബൈലിൽ ചെറിയൊരു ബാറ്ററി ചാർജ് ചെയ്യുന്നു, കാറിൽ വലിയൊരു ബാറ്ററി ചാർജ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ ഒരു EV ചാർജർ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ, സ്റ്റാൻഡർഡൈസേഷൻ ഡെഫിനിഷൻ ഒന്നും പറയാൻ പറ്റില്ല, കാരണം അതൊന്നും ആരും ഇതുവരെ കണ്ടെത്തിയിട്ടുമില്ല. അങ്ങനെ ഒരു പേപ്പർ ഇതുവരെ ഗവൺമെൻറ് ഇറക്കിയിട്ടില്ല. സോ ഒരു ഡെഫിനേഷൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം, ഇസ് ദാറ്റ് ജസ്റ്റ് ആൻ എക്യുപ്മെന്റ് വിച്ച് ഇസ് ഗിവിംഗ് എ പവർ സപ്ലൈ ടു ദ EV. അത്രയേ ഉള്ളൂ.
സോ നോർമലി വേൾഡ് വൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ടൈപ്പ് ചാർജിങ്സ് ആണ് വണ്ടികൾ നടക്കുന്നത്. ഒന്ന് AC ചാർജിങ്, ഒന്ന് DC ചാർജിങ്, പിന്നെ വയർലെസ് ചാർജിങ്. വയർലെസ് ചാർജിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇന്ത്യയിൽ ഇല്ല. ഇന്ത്യയിൽ നിന്നല്ല, കൊറിയൻ രാജ്യം മാത്രമാണ് ഈ വയർലെസ് ചാർജിങ് കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നുള്ളൂ. വേറെ ഒരു രാജ്യങ്ങളും ഈ വയർലെസ് ചാർജിങ്സ് യൂസ് ചെയ്യുന്നില്ല. 2-3 ഡിഫിക്കൽട്ടീസ് ഉണ്ട് അതിന്. സോ ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. സോ AC ചാർജർ എന്ന് പറയുന്നത് നോർമലി നമ്മളുടെ ഒരു വണ്ടിയിലേക്ക് തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു ഓൺ ബോർഡായിട്ട് ഒരു ചാർജർ വെച്ചിരിക്കുകയാണ്, വിച്ച് ഈസ് ഓൺലി ഡൂയിങ് ദ ഫംഗ്ഷൻ ടു കൺവേർട്ട് AC ടു DC എന്ന് പറയുന്നത്. സോ നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ വീട്ടിലുള്ള പവറോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള പവറോ വണ്ടിയിലേക്ക് കൊടുക്കുന്ന സമയത്ത് വണ്ടിയുടെ ഉള്ളിലുള്ള ചാർജർ തന്നെ അതിനെ DC ആയിട്ട് കൺവേർട്ട് ചെയ്ത് ബാറ്ററിയിലേക്ക് ചാർജ് കൊടുക്കുന്നതാണ് AC ചാർജിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. പക്ഷെ നമ്മുടെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് നമുക്ക് മാക്സിമം ഗ്രാബ് ചെയ്യാൻ പറ്റുന്ന പവർ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ചിലപ്പോൾ ഒരു 5 കിലോ വാട്ടോ, ചിലപ്പോൾ ഒരു 3 കിലോ വാട്ടോ, അല്ലെങ്കിൽ ഒരു 10 കിലോ വാട്ടൊക്കെ പറ്റത്തുള്ളൂ. സോ ഒരു ഹയർ എൻഡ് ബാറ്ററി കപ്പാസിറ്റിയിലേക്ക് ഒരു 3 കിലോ വാട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ഇറ്റ്സ് എ ടേക്ക് ടൈം. ചാർജ് ആവാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ AC ചാർജേഴ്സിനെ സ്ലോ ചാർജേഴ്സ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറയുന്നതിൻ്റെ കാരണം. സോ AC ചാർജർ ഈസ് ഗിവിംഗ് ജസ്റ്റ് എ പവർ സപ്ലൈ ടു ദ വെഹിക്കിൾ. ആ വെഹിക്കിളിൻ്റെ ഉള്ളിലുള്ള ഓൺ ബോർഡ് ചാർജറാണ് ആ AC-നെ DC ആയിട്ട് കൺവേർട്ട് ചെയ്ത് ബാറ്ററിയിലേക്ക് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് DC ചാർജേഴ്സ്, അവർ പ്ലേസ് ഇസ് കമ്മിങ്. സോ DC ചാർജർ എന്ന് പറയുന്നത് ഹയർ എൻഡ് കപ്പാസിറ്റി ചാർജേഴ്സ് ആണ്. സോ ഒരു ചാർജർ ഡിസ്ചാർജ് ചെയ്യുന്ന കറണ്ട് മിനിമം 30 കിലോ വാട്ടിന് അബോവ് ആണ്. സോ ഈ 30 കിലോ വാട്ട് ഡയറക്റ്റ് DC ആയിട്ട് ഡയറക്റ്റ് ബാറ്ററിയിലേക്ക് തന്നെ കൊടുക്കുകയാണ്. സോ അറ്റ് എ ടൈം ഒരു മണിക്കൂറിൽ 30 കിലോ വാട്ട് ചാർജ് ആ ചാർജറിന് ഡിസ്പാച്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സോ ഒരു 30 കിലോ വാട്ട് ബാറ്ററി ഉള്ള ഒരു വണ്ടിയാണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് ജസ്റ്റ് ടേക്ക് ഓൺലി 1 hour ടു ഗെറ്റ് ഫുൾ ചാർജ്. അതാണ് DC AC തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ DC ചാർജേഴ്സിനാണ് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ ഒരു ബിസിനസ് പർപ്പസുകളിൽ കൂടുതലും ആളുകൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്, പ്രൈവറ്റ് കസ്റ്റമേഴ്സും എല്ലാവരും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ ജസ്റ്റ് ഒരു AC DC ഒരു ഡിഫറൻസ് മനസ്സിലായി കേൾക്കാം. സോ ഇത് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ചാർജേഴ്സ് ആണ്. ഇതിന് ലെവൽ 1 ചാർജേഴ്സ്, ലെവൽ 2 ചാർജേഴ്സ്, ലെവൽ 3 ചാർജേഴ്സ്, ഇതിനങ്ങനെ ഒരു കോമൺ നെയിം ഒന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ സ്ലോ ചാർജേഴ്സ്, ഇന്റർമീഡിയറ്റ് ചാർജേഴ്സ്, ഫാസ്റ്റ് ചാർജേഴ്സ് എന്നൊക്കെ പലരും പല കമ്പനികളും പല പേരിട്ട് വിളിക്കുന്നതാണ്. സോ ലെവൽ 1 ചാർജർ എന്ന് പറയുന്നത് ജസ്റ്റ് എ പോർട്ടബിൾ ചാർജർ. ഇതൊരു പോർട്ടബിൾ ചാർജറാണ് വിച്ച് ഈസ് കമ്മിങ് അലോങ് വിത്ത് ദ വെഹിക്കിൾ. നിങ്ങൾ ഏതൊരു വണ്ടി മേടിച്ചാലും, അത് സ്കൂട്ടർ ആയിക്കോട്ടെ, ഓട്ടോറിക്ഷ ആയിക്കോട്ടെ, 4-വീലർ ആയിക്കോട്ടെ, ഏതൊരു വണ്ടി മേടിച്ചു കഴിഞ്ഞാലും ആ വണ്ടിയുടെ ഒപ്പം അവർ തരുന്ന ഒരു പോർട്ടബിൾ ആയിട്ടുള്ള ഒരു ചാർജറാണ് ഈ പറയുന്ന ചാർജർ. ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് മാക്സിമം 1 കിലോ വാട്ട് അല്ലെങ്കിൽ 2 കിലോ വാട്ട് അല്ലെങ്കിൽ 3 കിലോ വാട്ടൊക്കെ തരാൻ പറ്റത്തുള്ളൂ. അത് ഡിപ്പെൻസ് ഓൺ ദ വെഹിക്കിൾ. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് ഏത് 16 ആംപ്സ് സോക്കറ്റിലേക്കും ഡയറക്റ്റ് പ്ലഗ് ചെയ്യാൻ പറ്റും. ഏത് 16 ആംപ്സ് സോക്കറ്റിലേക്ക് പ്ലഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് വർക്ക് ചെയ്യും. പക്ഷേ ഈ പറഞ്ഞ 1 കിലോ വാട്ട് 2 കിലോ വാട്ടൊക്കെയാണ് ഇതിൻ്റെ സപ്ലൈ കപ്പാസിറ്റി എന്ന് പറയുന്നത്. സോ ഇഫ് യു ആർ യൂസിങ് എ വെഹിക്കിൾ വിത്ത് എ ബാറ്ററി കപ്പാസിറ്റി ഓഫ് 30 കിലോ വാട്ട് എന്ന് പറയുമ്പോൾ ഈ 3 കിലോ വാട്ട് പവർ മാത്രം കൊടുക്കുന്ന ഈ ചാർജറിൽ നിന്ന് ചാർജ് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 10 hours ആയിരിക്കും. കാരണം അറ്റ് എ ടൈമിൽ 3 യൂണിറ്റ് ഇതിൽ നിന്ന് മാക്സിമം ഒരു മണിക്കൂറിൽ പാസ് ഓൺ ചെയ്യത്തുള്ളൂ. 30 കിലോ വാട്ട് ബാറ്ററി ചാർജ് ചെയ്യണമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് അറൌണ്ട് 10 hours. സോ അത് തന്നെയാണ് ഈ വീടുകളിൽ ചാർജ് ചെയ്യുന്ന ചാർജിങ് ടൈം കൂടുതൽ എടുക്കുന്നതിൻ്റെ കാരണം. ഇതിന് പുറമെ അങ്ങനെ ഒരു ഇഷ്യൂസ് പല കസ്റ്റമേഴ്സും പറഞ്ഞു കഴിഞ്ഞപ്പോൾ കമ്പനി തന്നെ കുറച്ചും കൂടിയും സ്റ്റെബിലൈസ്ഡ് ചെയ്തിട്ടുള്ള ഒരു ചാർജർ ഇറക്കാൻ തുടങ്ങി. അതായത് ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു കൺവേർഷൻ ഡിവൈസ് വരുന്നുണ്ട്, ചെറിയൊരു സ്റ്റെബിലൈസേഷൻ ഡിവൈസ് വരുന്നുണ്ട്. സോ ഈ ചാർജറിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 7 കിലോ വാട്ട് 22 കിലോ വാട്ട് AC ആണ്. സോ വേറെ ഒന്നും ചെയ്യുന്നില്ല, നമ്മുടെ ഈ ചാർജറിൽ ഒരു 3 കിലോ വാട്ട് കൊടുക്കും എന്ന് പറയുന്നത് ഇതിലേക്ക് വരുന്ന ഒരു 7 കിലോ വാട്ടും കൂടിയോ അത്രയും ഡിഫറൻസ് ഉള്ളൂ. പക്ഷേ AC തന്നെയാണ് പോകുന്നത്. ആ 10 മണിക്കൂർ എന്നുള്ളത് ഒരു 6 മണിക്കൂറായിട്ടോ 5 മണിക്കൂറായിട്ടോ കുറയും എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇനി അടുത്ത സെഗ്മെന്റ്സിലേക്ക് വരുമ്പോഴാണ് DC ചാർജേഴ്സ് വരുന്നത്. ഇതിന്റെ സ്റ്റാർട്ടിംഗ് കപ്പാസിറ്റി സ്റ്റാൻഡേർഡ് സൈസിങ്സ് എന്ന് പറയുന്നത് 30 കിലോ വാട്ടാണ്. ഇറ്റ് ക്യാൻ ഡെലിവർ 30 യൂണിറ്റ്സ് ഇൻ ആൻ അവർ. സോ ഇതിൽ ചാർജ് ചെയ്യുമ്പോൾ ഒരു 30 കിലോ വാട്ടുള്ള വണ്ടി ഫുൾ ചാർജ് ചെയ്യാനായിട്ട് ഇറ്റ് ടേക്സ് ഓൺലി 1 hour. സോ ഇതാണ് ഫാസ്റ്റ് ചാർജേഴ്സ് എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ അറിയപ്പെടുന്ന ചാർജേഴ്സ്. സോ ഇത് KSEBിയുടെ ചാർജിങ് സ്റ്റേഷനാണ്. എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അല്ലേ? എന്തിനായിരിക്കും ഈ 4 മെഷീൻസ് ഇരിക്കുന്നത്? ഈ 4 മെഷീൻസിൽ നിന്നും വണ്ടികൾ ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? EV യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? കാർ, EV കാർ, ബസ് ഒക്കെ. ഓക്കെ, മാം യൂസ് ചെയ്യുന്നുണ്ടോ? EV കാർ യൂസ് ചെയ്യുന്നുണ്ടോ? ചാർജ് ചെയ്തിട്ടുണ്ടോ KSEB? ഇല്ല. 4 മെഷീൻസ് ഇരിക്കുന്നതാണോ? ഒരു മെഷീനിൽ നിന്ന് മാത്രമാണോ ചാർജ് ചെയ്യാറ്? എന്താ ബാക്കി മെഷീൻസും ചാർജ് ചെയ്യാത്തത്?
നമ്മുടെ KSEBയുടെ സ്റ്റേഷൻസിൽ എല്ലാം തന്നെ നിങ്ങൾ ഇപ്പോൾ എവിടുത്തെ സ്റ്റേഷൻസ് ഇപ്പോൾ ഇവിടെ നിയർ ബൈ പാരക്കേബിൾ സ്റ്റേഷനാണ് വരുന്നത്. സ്റ്റേഷൻസ് എല്ലാം നോക്കി കഴിഞ്ഞാൽ മിനിമം 4 മെഷീൻസോ അല്ലെങ്കിൽ 5 മെഷീൻസോ ഒക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ മെഷീൻസിൽ നിന്നും നമ്മുടെ വണ്ടി ചാർജ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറവുണ്ടോ? KSEB സ്റ്റേഷൻ ഉണ്ടോ? ഓക്കെ. അപ്പോൾ ചാർജ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ നോ ആണ്. ചാർജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ കാരണം ഞാൻ പറയാം, എന്തുകൊണ്ട് KSEB ചെയ്തു എന്നുള്ളത് ഞാൻ പറയാം. നമ്മുടെ വണ്ടികളിൽ IC എഞ്ചിൻ നിങ്ങൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പറയുന്ന പോലെ തന്നെ പെട്രോള് ഡീസൽ എന്ന് പറയുന്ന പോലെ തന്നെ ഇതിനും ഒരു യൂണിവേഴ്സൽ പോർട്ട് ഉണ്ടായിരുന്നില്ല അപ് ടു 2019 ലാസ്റ്റ് വരെ. സോ ഓരോ വണ്ടികളും ഓരോ കമ്പനികളും മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഓരോ ടൈപ്പ് പോർട്ടുകൾ മാനുഫാക്ചർ ചെയ്തു. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നോക്കിയയുടെ ഒരു പഴയ മൊബൈലിൻ്റെ ചാർജർ നിങ്ങൾക്ക് മനസ്സിലേക്ക് കൊണ്ടുവരിക. വലിയൊരു പിന്നായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ചെറിയ പിന്നായി. സാംസങ്ങിന് വേറൊരു ചാർജറായിരുന്നു, സോണിക്ക് വേറൊരു ചാർജറായിരുന്നു, ഐഫോണിൻ്റെ ചാർജറായിരുന്നു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിക്കലും കോമ്പാക്റ്റബിൾ ആയില്ല. ഓരോ കമ്പനികളും മാനുഫാക്ചർ ചെയ്തപ്പോൾ അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചിട്ട് അവർ ചാർജറുകളും കണ്ടെത്തി. ഇത് തന്നെയായിരുന്നു നമ്മുടെ ഇന്ത്യ മാർക്കറ്റിലും നടന്നുകൊണ്ടിരുന്നത്. ഓരോ കമ്പനിക്കാരും കാർ ഉണ്ടാക്കിയപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഓരോ കോൺസെപ്റ്റുകളും കൊണ്ടുവന്നു. ഇങ്ങനെ വന്നപ്പോഴാണ് മുംബൈയിൽ കാർ പൊട്ടിത്തെറിച്ചു, ഡൽഹിയിൽ കാർ പൊട്ടിത്തെറിച്ചു എന്ന് പറയുന്നത്. ഇതൊക്കെ സേഫ്റ്റി ആസ്പെക്ട്സ് കൊണ്ട് സംഭവിച്ച കുറച്ച് കാര്യങ്ങളാണ്. സോ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഗവൺമെന്റ് ഹാസ് ഡിസൈഡ് ദാറ്റ് ഇതിനൊരു സേഫ്റ്റി റൂൾ കൊണ്ടുവരണം. സോ ഗ്ലോബലി ഗവൺമെന്റ് തന്നെ എൻക്വയറി ചെയ്തു വിച്ച് വിൽ ബി ദ മോസ്റ്റ് സേഫസ്റ്റ് പ്രോട്ടോകോൾ. അങ്ങനെ വന്നപ്പോഴാണ് CCS2 എന്ന് പറയുന്ന പ്രോട്ടോകോളാണ് ഏറ്റവും ബെസ്റ്റ് പ്രോട്ടോകോൾ എന്നുള്ളത് നമ്മുടെ ഗവൺമെന്റ് മനസ്സിലാക്കി. കമ്പൈൻഡ് ചാർജിങ് സിസ്റ്റം എന്നാണ് അതിന്റെ ഫുൾ ഫോം, CCS2. കാരണം കമ്മ്യൂണിക്കേഷൻസ് കൂടുതൽ നടക്കുന്നുണ്ട്. സോ അതൊരു സേഫസ്റ്റ് പ്രോട്ടോകോൾ ആണെന്ന് മനസ്സിലാക്കി 2019 ലാസ്റ്റോട് കൂടിയിട്ട് ഗവൺമെന്റ് ഹാസ് ഡിക്ലെയർ ഇന്ത്യയിൽ ഒരു പാസഞ്ചർ വെഹിക്കിൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ വെദർ ഇറ്റ് ഇസ് ടാറ്റ, മഹേന്ദ്ര, മാരുതി, BMW, ഓഡി, ബെൻസ് ആരും ആയിക്കോട്ടെ, ഇറ്റ് ഷുഡ് ബി ഇൻ ദ ചാർജിങ് പ്രോട്ടോകോൾ വിത്ത് എ ഫോം ഓഫ് CCS2. അല്ലാത്തൊരു വണ്ടി ഇന്ത്യൻ മാർക്കറ്റിൽ സെർവ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ വണ്ടികൾ IC എഞ്ചിൻസ് മാർക്കറ്റിലേക്ക് വരുമ്പോൾ ARAI സർട്ടിഫിക്കേഷൻ ചെയ്യണം എന്ന് പറയുന്ന പോലെ തന്നെ ഇതിനും ഒരു സർട്ടിഫിക്കേഷൻ കൊണ്ടുവന്നു. വെഹിക്കിൾ ഷുഡ് ബി ടെസ്റ്റഡ് ഇൻ എനി ഓഫ് NABL ലാബ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നു. നാഷണൽ അക്രഡിറ്റഡ് ബോർഡ് ലിമിറ്റഡിന്റെ അണ്ടറിലുള്ള ഏതെങ്കിലും ലബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്ത വണ്ടികൾ മാത്രമാണ് ഇന്ത്യയിൽ സെല് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അവിടേക്ക് ഈ വണ്ടി ടെസ്റ്റിങ്ങിന് അയച്ചാൽ അവർ ഫസ്റ്റ് ചെക്ക് ചെയ്യുന്ന കാര്യമാണ് വെദർ ദ ചാർജിങ് പോർട്ട് ഈസ് CCS2 ഓർ നോട്ട് എന്ന് പറയുന്നത്. സോ എന്തുകൊണ്ടായിരിക്കും KSEB പിന്നെയും ഈ പറയുന്ന പല ചാർജിങ് പ്രോട്ടോകോൾസ് ഉള്ള ചാർജിങ് സ്റ്റേഷൻസ് ചെയ്തത്? ഇതാണ് CCS2 എന്ന് പറയുന്ന ഒരു മൈക്ക് തരാം. ഇതാണ് CCS2 എന്ന് പറയുന്ന ചാർജ് സ്റ്റേഷൻ. ഇതിലിപ്പോൾ മാം പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം, ഈ ഒരു ചാർജറിൽ നിന്ന് മാത്രമാണ് മാമിന് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവരുടെ ചാർജറിൽ നിന്നും ചാർജ് ചെയ്യാൻ പറ്റില്ല. കാരണം വേറെ ഒന്നുകൊണ്ടല്ല, ഇതെല്ലാം വേറെ പ്രോട്ടോകോൾസിലുള്ള ചാർജേഴ്സ് ആണ്. ഈ ഒരു ചാർജർ വേറെ പ്രോട്ടോകോളാണ്, ഈ ഒരു ചാർജർ വേറെ പ്രോട്ടോകോളാണ്, ഈ ഒരു ചാർജർ വേറെ പ്രോട്ടോകോളാണ്. ഈ ഒരു ചാർജറിലും ഒരു കണ്ണ് മാത്രമായിരിക്കും മാമിന് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, വേറൊരു കണ്ട്സും യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള ഒരു കാര്യം. സോ പിന്നെ എന്തിനായിരിക്കും KSEB ഇത്രയും വലിയൊരു ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ? ഓരോ ചാർജേഴ്സും ലാക്സ് ആണ് ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ, മിനിമം 6 lakhs 7 lakhs ഒക്കെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. പിന്നെ എന്തുകൊണ്ടായിരിക്കും KSEB അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തതിന്റെ കാരണം? ഇതിലൊന്നിലും നമുക്ക് സ്കൂട്ടേഴ്സും ബൈക്സും ചാർജ് ചെയ്യാൻ പറ്റില്ല. ഇതിലിപ്പോൾ പറ്റില്ല. ഇതിൽ 2018 ഇറങ്ങിയിട്ടുള്ള കുറച്ച് ടാറ്റയുടെ ടിഗോർ എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്, മഹേന്ദ്രയുടെ ഈവോറിട്ടോ എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്, പിന്നെ മഹേന്ദ്രയുടെ E2 എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. അതിൽ കുറച്ച് വണ്ടികൾ മാത്രം ഈ ഒരു ചാർജറിൽ ചാർജ് ചെയ്യാൻ പറ്റും. പക്ഷെ വേറെ ചാർജേഴ്സിലൊന്നും ചാർജ് ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയേ ഉള്ളൂ, ഇതിന്റെ ഡിക്ലറേഷൻ വരുന്നത് 2019 ലാസ്റ്റാണ്. KSEB ടെൻഡർ 2018 തന്നെ നമുക്ക് ഇന്ത്യ പാൻ ഇന്ത്യ ലെവലിൽ പാസ് ഔട്ട് ചെയ്തു. സോ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ടെൻഡർ പിൻവലിക്കാൻ പറ്റില്ല. 4 കമ്പനിക്കായിട്ടാണ് ഇതിന്റെ ടെൻഡർ കൊടുത്തിരുന്നത്. 4 കമ്പനീസും ഡിക്ലെയിം ചെയ്തു ദാറ്റ് വി മാനുഫാക്ചർ ഓൾറെഡി ഫോർ യു. പക്ഷെ ഇതിന്റെ എക്സിക്യൂഷൻ കഴിഞ്ഞത് 2021 അതിന്റെ പേരിൽ ഒരുപാട് അലിഗേഷൻസും പ്രശ്നങ്ങളൊക്കെ നടന്നിരുന്നെങ്കിലും KSEB ഡിസൈഡഡ് വാട്ട് അവരൊരു ഇന്നോവേഷൻ എന്നുള്ള രീതിയിൽ ബാക്കിയുള്ള സ്റ്റേറ്റ്സ് കൊണ്ടുവരുന്നതിന് മുമ്പ് ഒരു അഡീഷണൽ സ്റ്റെപ്പ് വെച്ചതാണ്. ബട്ട് ക്രോസ് ആണ് KSEBക്ക് ഇതിന്റെ പുറത്തുണ്ടായിട്ടുള്ള ലോസുകൾ. പിന്നീട് KSEB ഇതിന്റെ കൺവേർഷൻ പോസിബിലിറ്റീസ് നോക്കിയിരുന്നു, പക്ഷേ കൺവേർഷൻ ഭയങ്കര ലോസും കാര്യങ്ങളായതുകൊണ്ട് അവരത് നോക്കിയില്ല. ഓക്കെ, സോ ഇതാണ് CCS2 എന്ന് പറയുന്ന നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന, അപ്പോൾ സാറിൻ്റെ വണ്ടിയിലും മാമിൻ്റെ വണ്ടിയിലൊക്കെ നിങ്ങൾ പോയി നോക്കി കാണാൻ പറ്റും. ഇതാണ് CCS2 എന്ന് പറയുന്ന ഒരു പ്രോട്ടോകോൾ. അതിൻ്റെ DC വരുമ്പോൾ ഇങ്ങനെ, AC വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും. ഇതായിരിക്കും ആ ചാർജിങ് സോക്കറ്റിൻ്റെ ഒരു ഫോട്ടോ എന്ന് പറയുന്നത്. ഈ ഒരു പ്രോട്ടോകോൾ എന്തുകൊണ്ട് ഇന്ത്യ അഡോപ്റ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ കാരണമാണ്
ഇത് നോർത്ത് അമേരിക്കൻ കൺട്രീസിൽ യൂസ് ചെയ്യുന്ന ഒരു ചാർജറാണ് CCS1 അല്ലെങ്കിൽ DC001 എന്ന് പറയുന്ന ഒരു പ്രോട്ടോകോൾ. ഇത് ഷാഡമോ, ഫ്രഞ്ച് പ്രോട്ടോകോൾ ആണ്. ഫ്രാൻസ് കൺട്രീസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ ആണ് ഈ ഷാഡമോ എന്ന് പറയുന്ന പ്രോട്ടോകോൾ. CCS2 ഇതൊരു ഏഷ്യൻ പ്രോട്ടോകോൾ ആണ്. യൂറോപ്യൻ മാർക്കറ്റ്സ് ഇട്ട് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് GBT, ചൈന പ്രോട്ടോകോൾ ആണ്. ചൈന മാത്രമാണ് ഇത് യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഐഫോൺ എന്നും ഐഫോണിന്റെ ചാർജർ ആയിരിക്കും എന്ന് പറയുന്ന പോലെ തന്നെ ടെസ്ല എന്നും ടെസ്ലയുടെ പ്രോട്ടോകോൾ ആണ്. എന്തുകൊണ്ട് ടെസ്ല ഇന്ത്യയിലേക്ക് വരാത്തത് എന്ന ചോദ്യത്തിനും ഉത്തരം ഇത് തന്നെയാണ്. ടെസ്ലയുടെ പ്രോട്ടോകോൾ മാറ്റാൻ തയ്യാറല്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. എന്താ പറയുക, ഒരു ഇന്ത്യൻ ഗവൺമെന്റിലേക്ക് വന്നപ്പോൾ അവർ പറഞ്ഞു, നോ, വി ഹാവ് അവർ ഓൺ പ്രോട്ടോകോൾസ്, ഞങ്ങൾ ഈ പ്രോട്ടോകോളിൽ ഇന്ത്യക്ക് വരുള്ളൂ. ദെൻ അവർ ഗവൺമെന്റ് ഈസ് ക്ലിയർലി ഡിക്ലെയർ, നിങ്ങൾ വരണ്ട. നമ്മുടെ രാജ്യം ഒരു പ്രോട്ടോകോൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ഷുഡ് ഏബിൾ ടു കൺവേർട്ട് ദാറ്റ്, അതർവൈസ് യു ഡോണ്ട് വാണ്ട് ടു കം ടു ഇന്ത്യ. അതായിരുന്നു നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞ ഡിക്ലെയർ. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റ് വലിയൊരു EV മാർക്കറ്റാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ടെസ്ല ഇപ്പോൾ. സോ ടെസ്ല ഈസ് പ്ലാനിങ് ടു കം വിത്ത് CCS2. ഇനി ഇന്ത്യയിൽ വരാൻ പോകുന്ന ടെസ്ലാസിൽ CCS2 കോമ്പാക്റ്റബിൾ ആയിരിക്കും. ഈ ഒരു പ്രോട്ടോകോൾ കോമ്പാക്റ്റബിൾ ആയിരിക്കും. സോ ഈ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിൽ ആകെ ഒരു 2 അല്ലെങ്കിൽ ഈ ഒരു 2 മാത്രമാണ് പ്ലസും മൈനസും കൊടുക്കുന്നുള്ളൂ. ബാലൻസ് ഇത്രയും പോർട്ടുകൾ എന്തിനായിരിക്കും, എന്തുകൊണ്ടായിരിക്കും ബാക്കിയുള്ളതിന് അത്രയും പോർട്ടുകൾ ഇല്ലാത്തത്? സോ ദിസ് ഈസ് വാട്ട് ഈസ് ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ചാർജർ ആൻഡ് വെഹിക്കിൾ. സോ ഒരു ചാർജർ, ഇപ്പോൾ സാർ ഒരു ചാർജർ പ്ലഗ് ഇൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോഴും തോന്നുന്ന ഒരു കാര്യമാണ്, ഒരു ചാർജർ നമ്മൾ പ്ലഗ് ഇൻ ചെയ്തു, നമ്മൾ QR കോഡ് സ്കാൻ ചെയ്തു, ഇനീഷ്യേറ്റ് ചെയ്തു. എന്തുകൊണ്ടായിരിക്കും ചാർജ് തുടങ്ങാനായിട്ട് 2-3 മിനിറ്റ് ഇട്ടില്ലേ? കുത്തുമ്പോൾ തന്നെ എന്തുകൊണ്ട് വരില്ല? മൊബൈൽ കുത്തി സ്വിച്ച് ഓൺ ചെയ്ത ചാർജ് വരുന്നുണ്ട്.